എന്നോട് കർത്തവത്തിന്റെ ഗോവിന്ദ നൽകിയിടാൻ പറ്റിയെന്ന് തോന്നുന്നു. രാമൻ ഏതാകുമ്പോഴേക്കും വിസ്മയിച്ചാരോരും കോമള കർത്തം നൽകിയതിനും അങ്ങനെ ആ സ്വദേശത്ത് ഭഗവാൻ ഒരു അമ്മ കണ്ണു കൊടുത്തപ്പോൾ അടുത്ത വീട്ടിൽ വേണമെന്നാണ്. അപ്പൊ വേണ്ടതെല്ലാം ചോദിച്ച് വാങ്ങുന്ന ആവശ്യമുള്ളതെല്ലാം പ്രത്യേകമുള്ള ചോദിച്ച് വാങ്ങുന്ന മഹാശക്തിയാണ് അമ്മ. കൊടുത്തില്ലെങ്കിൽ എന്ന് പറയുന്നത് തരാൻ. അപ്പൊ അത്രയ്ക്ക് ചൈതന്യ സ്വരൂപിൽ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾക്കറിയാമല്ലോ എത്രയോ വിശ്വസമ്പൂർണമായിട്ടാണ് അമ്മ നമ്മളെ അനുഗ്രഹിച്ച് പൂർത്തീകരിച്ചത്. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ എല്ലാ അരിയായാലും അതുപോലെ തന്നെ പച്ചക്കറികളായാലും എല്ലാ രീതിയിലും ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും കൂടുതൽ അമ്മ കരുതി ഇവിടെ തന്നിരിക്കുകയാണ്. അത് അമ്മയുടെ അനുഗ്രഹം. മറ്റുകൂടാതെ അമ്മയുടെ ഭക്തരായിരിക്കുന്ന സജ്ജനങ്ങളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം ഈ എല്ലാ ബന്ധങ്ങളായിരുന്നവരെയും അനുഗ്രഹ പ്രഭാഷണം മറ്റു കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിന് നിങ്ങൾ പ്രഭാഷണം ചെയ്ത് പറയും. എങ്കിലും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും എല്ലാ സംഘടനകളെയും എല്ലാ വ്യക്തികളെയും സർവീസ് അനുസരിച്ചിരിക്കുന്നു. നല്ല ഭാഗമാണ് ബാലലീലയാണ്. ബാലലീലയെ യാതൊരു കുടുംബമെന്നാണ് പറയുന്നത്. എന്താവശ്യപ്പെട്ടാലും തരാൻ അങ്ങനെ കത്തി നൽകണമെന്ന്. എന്താണ് ബാലലയെ ഭഗവാനെത്തി ചോദിച്ചാലും അമ്മ കൊടുക്കാനായിട്ട് സ്ത്രീകൾ അത് ഭഗവാന്റെ സംരക്ഷണത്തിന് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ആഗ്രഹം പറഞ്ഞാലും അങ്ങനെ എന്താഗ്രഹിച്ചാലും ആഗ്രഹങ്ങളെ എല്ലാം സർവീസ് നമ്മൾക്ക് തരാൻ തയ്യാറായി നമ്മളോടൊപ്പം ഈ കൂട്ടത്തിൽ കരുതി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സർവീസ് പ്രസാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി പത്രദീപം ഉദ്ദേശിച്ച് സ്ത്രീകളുടെ സംബന്ധിച്ച് സ്ത്രീകളുടെ ആരാധന ചടങ്ങുകൾ നന്ദി പ്രകാശനം